അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 6ാം ക്ലാസ്സിലെ അഖായിദ് ദുറൂസുൽ അഖായിദിലെ 6ാമത്തെ പാഠം ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ് എന്ന പാഠത്തിലെ തദ്രീബാത്ത് ഇൻഷാ അല്ലാഹ് നമുക്ക് നോക്കാം. ഒന്നാമത്തെ നുജീബ് ഉത്തരം എഴുതാനാണ്. ഒന്ന്, മനുഷ്യന് ജീവിത നിയമങ്ങൾ ഇല്ലെങ്കിൽ എന്താണ് കുഴപ്പം? ആൻസർ: മനുഷ്യൻ മൃഗങ്ങളെപ്പോലെ ജീവിക്കും, അതോടെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകും. 2, മനുഷ്യജീവിതത്തിന് മനുഷ്യർ തന്നെ നിയമമുണ്ടാക്കിയാൽ എന്ത് സംഭവിക്കും? ആൻസർ: ഒരാൾ ഉണ്ടാക്കുന്ന നിയമം മറ്റൊരാൾക്ക് സ്വീകാര്യമാവുകയില്ല. 3, നാം എങ്ങനെ ജീവിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് അല്ലാഹു തആലയാണ്. കാരണം എന്താ അതിന് കാരണം? ആൻസർ: അവനാണ് നമ്മെ സൃഷ്ടിച്ചത്. അതുകൊണ്ടാണ് അല്ലാഹു തആല നാം എങ്ങനെ ജീവിക്കണമെന്ന് അല്ലാഹു തആല തീരുമാനിക്കണമെന്ന് പറഞ്ഞത്. ഇനി അടുത്തത് 4, ഇവരെ അനുസരിക്കൽ അല്ലാഹു തആലയുടെ നിയമം തന്നെയാണ്. ആരെയാണ് അനുസരിക്കൽ? ഇവരെ അനുസരിക്കൽ അല്ലാഹുവിൻ്റെ നിയമം തന്നെയാണ്. ആര്? ആൻസറെ: മാതാപിതാക്കൾ, ഗുരുവര്യർ, കോടതികൾ, ഭരണാധികാരികൾ, അവരനുസരിക്കൽ. ഇനി 2, നുബയ്യിന് വ്യക്തമാക്കാനാണ്. 1, ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ്, വിധി അല്ലാഹുവിന് മാത്രമാണ്. അതൊന്ന് വ്യക്തമാക്കണം. അപ്പോൾ എങ്ങനെ എഴുതും? വിധി അല്ലാഹുവിന് മാത്രമാണ്. കാരണം മനുഷ്യരാശിക്ക് ആവശ്യമായ മുഴുവൻ നിയമങ്ങളും ഉണ്ടാക്കേണ്ടത് അവരെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന സൃഷ്ടാവാണ്. നാം എന്ത് ധരിക്കണം, മുടി എങ്ങനെ മുറിക്കണം, എന്ത് ഭക്ഷണം കഴിക്കണം എന്നൊക്കെ തീരുമാനിക്കേണ്ടത് അവൻ തന്നെയാണ്. ഇനി തഖ്സീസിൽ പിന്നെ 3ാമത്തെ തഖ്സീസാണ്. 1, നമുക്ക് നമ്മുടെ ശരീരത്തിൽ ഒരു അവകാശവുമില്ല, കുറിപ്പെഴുതുക. അപ്പോൾ നമുക്ക് നോക്കാം. നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന ഒരു പ്രവർത്തനങ്ങളും നിയന്ത്രിക്കുന്നത് നാമല്ല. നമ്മുടെ നിറമോ രൂപമോ അവയവങ്ങളുടെ സ്വാധീനമോ നാം തീരുമാനിച്ചതല്ല. വിശപ്പുണ്ടാകുന്നതും ദാഹമുണ്ടാകുന്നതും നാം ഉദ്ദേശിക്കുമ്പോഴല്ല. നമ്മുടെ ശരീരവും ശരീരത്തിനുള്ളിലെ ഓരോ കാര്യവും നടക്കുന്നത് നമ്മുടെ ഇഷ്ടപ്രകാരമല്ല. നാം ജനിച്ചതും നമ്മുടെ മാതാപിതാക്കൾ നിശ്ചയിച്ചതും നാമല്ല. നമുക്ക് രോഗമുണ്ടാകുന്നതും രോഗം ഇല്ലാതാക്കുന്നതും നാമല്ല. ചുരുക്കത്തിൽ നമ്മുടെ ശരീരത്തിൽ നമുക്ക് യാതൊരു അവകാശവും ഇല്ലെന്ന് വ്യക്തം. ഇനി അടുത്ത 2ാമത്തെ തഖ്സീസിൽ 2ാമത്തെ, അല്ലാഹു തആലയുടെ നിയമങ്ങൾ മനുഷ്യരാശിക്ക് ഗുണകരം. പ്രസംഗം തയ്യാറാക്കുക. ഇൻഷാ അല്ലാഹ് ഒരു പ്രസംഗം ചുരുങ്ങിയ രൂപത്തിലൂടെ കൊടുത്തിട്ടുണ്ട്, നമുക്കൊന്ന് വായിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആദരണീയരായ ഉസ്താദുമാരെ, സഹപാഠി സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ നിയമങ്ങൾ മനുഷ്യരാശിക്ക് ഗുണകരം എന്ന വിഷയത്തെ ആസ്പദമാക്കി ഒരൽപ്പം നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ എഴുന്നേറ്റ് നിന്നിട്ടുള്ളത്. മനുഷ്യജീവിതത്തിന് നിയന്ത്രണങ്ങളില്ലെങ്കിൽ മനുഷ്യർ മൃഗങ്ങൾക്ക് തുല്യരാകും. ഇഷ്ടങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കും. നാട്ടിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും പൊട്ടിപ്പുറപ്പെടും. അതുകൊണ്ട് തന്നെ മനുഷ്യജീവിതത്തിന് നിയമനിർമ്മാണങ്ങൾ ഉണ്ടായേ പറ്റൂ. ആ നിയമങ്ങൾ ആരാണ് സംവിധാനിക്കുക? ഏതൊരു വസ്തുക്കൾ നിർമ്മിക്കുമ്പോഴും അതിൻ്റെ നിർമ്മാതാക്കളാണ് ആ വസ്തുവിന് നിയമങ്ങൾ സ്ഥാപിക്കുന്നത്. മനുഷ്യരാശിക്ക് ആവശ്യമായ മുഴുവൻ നിയമങ്ങളും ഉണ്ടാക്കേണ്ടത് അവരെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന സൃഷ്ടാവാണ്. നാം എന്ത് ധരിക്കണം, മുടി എങ്ങനെ മുറിക്കണം, എന്ത് ഭക്ഷണം കഴിക്കണമെന്ന് തീരുമാനിക്കുന്നത് അവൻ തന്നെയാണ്. നമ്മുടെ ശരീരത്തിൽ നമുക്ക് പൂർണ്ണമായ അവകാശമില്ല. നാം ജനിച്ചത് നമ്മുടെ ഉദ്ദേശപ്രകാരമല്ല. നമ്മുടെ രൂപവും നിറവും അവയവങ്ങളുമൊക്കെ എങ്ങനെയാവണമെന്ന് നാം തീരുമാനിച്ചതല്ല. അവയെല്ലാം തീരുമാനിച്ചത് നമ്മെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന ഏകനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. ചിന്തിക്കുന്ന സമൂഹത്തിന് മനസ്സിലാകും അല്ലാഹുവിൻ്റെ നിയമങ്ങൾ മനുഷ്യരാശിക്ക് അനുഗ്രഹമാണെന്ന്. അള്ളാഹു മനുഷ്യർക്ക് സംവിധാനിച്ച എല്ലാ നിയമങ്ങളും പാലിച്ച് ജീവിക്കുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. ആമീൻ എന്ന് മാത്രം പറഞ്ഞ് ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇതോടെ പാഠത്തിലെ തദ്രീബാത്ത് കഴിഞ്ഞു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.